എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി. ഏറ്റവും വിശുദ്ധമായ മാസങ്ങളിലൊന്നായ രാമായണ മാസത്തിൻ്റെ തുടക്കമാണിന്ന്. ഈ കർക്കിടക മാസത്തിൽ മനസ്സിനും ആത്മാവിനും പുതുജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് ശ്രീരാമായണം. അതുകൊണ്ട് തന്നെ ഈ മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്തുന്നത് ഒരു പവിത്രമായ ആചാരമായി കണക്കാക്കപ്പെടുന്നു. ആദികവി മഹർഷി വാൽമീകി രചിച്ച ശ്രീരാമായണം ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭക്തിയുടെ മഹത്തായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. കേരളത്തിൽ മഹാകവി തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഈ മാസത്തിൽ വ്യാപകമായി പാരായണം ചെയ്യപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐക്യവും ജീവിതത്തിന് ധാർമ്മികമായ ദിശാബോധവും ലഭിക്കും. ശ്രീരാമ ഭഗവാന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനും ക്ഷമയും കരുണയും സ്നേഹവും ജീവിതത്തിൽ പാലിക്കാനുമാണ്. ഈ മാസം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ദിവസവും ഒരു സർഗമെങ്കിലും രാമായണം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും. നമുക്ക് ഈ രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ സത്യവും ധർമ്മവും സ്നേഹവും നിറയട്ടെ എന്ന് ആശംസിക്കാം. ഏവർക്കും രാമായണ മാസത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ജയ ശ്രീറാം. രാമ രാമ കൗസല്യ നന്ദന കോസല രാമ കൗസല്യ രാമ, ആദിപരം പൊരുളായൊരു രാമ, സീതാപതിയായ സുന്ദര രാമ, ആദിപരം പൊരുളായൊരു രാമ, സീതാപതിയായ സുന്ദര രാമ. രാമ രാമ കൗസല്യ നന്ദന കോസല രാമ കൗസല്യ രാമ.